സാധാരണ ഈ ദലിത് സംഘാടകരെ കുറിച്ച് പറയുന്ന ഒരു വിമർശനം ഒരാൾ വരുന്നത് കണ്ടാൽ പിടിച്ചു താഴ്ത്തുന്നു, അല്ലെങ്കിൽ ഐക്യമില്ല, പരസ്പരം പാരവെക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. ML പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നൊരു വിമർശനം ദലിത് സംഘടനകളെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ധാരകളിൽപ്പെട്ട ദലിത് സംഘടനാ നേതാക്കന്മാരും ബുദ്ധിജീവികളും എല്ലാവരും സണ്ണിയുടെ കാര്യത്തിൽ ഒരേ സ്വരത്തിൽ, ഒരേ ആവേശത്തിൽ, എന്താ പറയുക, ഒരേ സന്തോഷത്തിൽ സംസാരിക്കുന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ദലിത് ഇൻ്റലക്ച്വൽ, അദ്ദേഹം ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നുള്ളത് എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് പങ്കുവച്ചത്. പക്ഷെ ഞാൻ ഈ കക്ഷികളോടെല്ലാം എൻ്റെ സംസാരത്തിൽ നിങ്ങളീ പറയുന്ന ആവേശമൊന്നും ആ ക്യാമ്പിലില്ല കേട്ടോ, കോൺഗ്രസ് നേതൃത്വമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതല്ല എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും അതല്ല, സണ്ണിച്ചേട്ടൻ എന്തായാലും സ്ഥാനാർത്ഥിയാകും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് അവിടുന്ന് കിട്ടിയൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് സണ്ണി വൈക്കത്തുണ്ടാവും. എന്നാൽ വൈക്കത്ത് തന്നെയുള്ള ചില ദലിത് സംഘടനാ പ്രവർത്തകരായിട്ട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ വലിയ ആവേശത്തിലും വലിയ ആഹ്ലാദത്തിലുമായിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പം അതുമാത്രമല്ല, ഈ നമ്മുടെ ജാനുവില്ല, മാനന്തവാടിയിൽ ജാനുവില്ല. അപ്പോൾ അത് നോക്കൂ, ഇതിൽ ഒന്നാമത്തെ പ്രശ്നം സണ്ണിക്ക് സീറ്റ് കൊടുക്കുന്നതിന് കോൺഗ്രസിനൊന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല. സണ്ണി കോൺഗ്രസ് പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ VD സതീശനും സംഘവും മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ടായിരുന്നു UDFുമായി ബന്ധപ്പെട്ട്. UDF എന്നുള്ളത് ഒരു സാമൂഹിക മുന്നണിയാണ്. ഒരേ സമയം എല്ലാ ധാരകളിലും പെട്ട, സമൂഹത്തിൻ്റെ വ്യത്യസ്ത ധാരകളിൽപ്പെട്ട രാഷ്ട്രീയ ചിന്തകളെ, പൊളിറ്റിക്കൽ കറണ്ടുകളെ അതിനെ സമ്മേളിപ്പിക്കുന്ന ഒരു റെയിൻബോ അലയൻസ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് UDFനെ കുറിച്ച് മുമ്പോട്ട് വെക്കുകയായിരുന്നു. അത് പൊളിഞ്ഞ് പാളീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന VD സതീശൻ ഒരുപക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. VD സതീശൻ്റെ ഭാവനയുള്ള ഒരു UDFും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റെല്ലാം ഉണ്ട്. അതെല്ലാം അടിപടലം പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. കനകോലും ഇല്ല, സർവേ ഇല്ല, ഇത്തരം സംഗതികളൊന്നുമില്ല. അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കോൺഗ്രസ്സിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ വളരെ പച്ചയായ ഗ്രൂപ്പ് വീതം വെപ്പാണ് സംഭവിച്ചിരിക്കുന്നത്.